സംസ്ഥാനങ്ങളും അതിന്റെ വില്ലും പേരും അതിന്റെ വലിയ കൂലും പ്രവർത്തിക്കുന്നേക്കാം. കുറച്ച് വെള്ളി കിട്ടിയില്ലേ? ഇല്ലേ? സന്തോഷല്ലേ? ഉണ്ണിയുടെ ദേശത്തുള്ളതല്ല ഞാൻ. എന്നാലും എന്റെ ഇല്ലം തേടി നീ വന്നു. ആയത് പ്രകാരം ഉണ്ണി സന്താനത്തിന്റെ സങ്കടം എന്നോട് പറഞ്ഞ കാര്യം അത്രേ ഉള്ളൂ. എന്നോട് ആവശ്യപ്പെട്ട കാര്യം, നിനക്ക് കുറച്ച് വെള്ളി സംബന്ധമായിട്ട് ചില അധികാരികൾ ആസ്ഥാനത്തുനിന്ന് നിനക്ക് വെള്ളി കിട്ടേണ്ടതുണ്ടായിരുന്നു അല്ലേ? അതിന് നീ കടലാസ് കൊണ്ട് വെച്ചു അല്ലേ? അത് ഞാനത് വിജയിപ്പിച്ചു തന്നില്ലേ? അതിന്റെ മേലാധികാരികൾ കണ്ടു, നിന്റെ കാര്യങ്ങൾ അറിഞ്ഞു. നീ ചോദിച്ച വെള്ളി പൈസ കുറയാതെ കണ്ട് നിന്റെ കൈക്കുമ്പിളിൽ ഞാൻ തന്നു ഇല്ലേ? പോരെ പോരേ? പണി ശരിക്കും നടക്കണ്ടേ? നക്ഷത്രം പറഞ്ഞേ അപ്പൊ ഞാൻ ഉണ്ണിയോട് വന്നപ്പോ എന്താ പറഞ്ഞ്, എന്റെ കുംഭം കഴിഞ്ഞ് മീനമാസത്തിൽ എന്റെ ഒടപ്പുറന്നോട് കാളിയുടെ ആസ്ഥാനത്ത് പടക്കുന്ന കുറെ ഉണ്ണി സന്താനങ്ങൾ ആണും പെണ്ണും വന്ന് കാഞ്ഞ് വേണ്ടതും വേണ്ടാത്തതും പറഞ്ഞ് വടിതെല്ലും പാട്ടും കഴിഞ്ഞ് ആ മേടപ്പുലരിയൊന്ന് പിറന്നോട്ട് നീ ചോദിച്ചതും അതിന്റെ അപ്പുറത്തും ഞാൻ തരും. ഇത് ഞാൻ വാങ്ങിച്ചു തന്നതാ. അത് നിന്റെ നക്ഷത്രം കൊണ്ട് രാശി കൊണ്ടല്ല, ഇത് എന്റെ കഴിവില് വാങ്ങിച്ചു തന്നാ. നിന്റെ രാശി വ്യാഴം ഒന്ന് മാറാനുണ്ട് 2 മാസക്കാലം. അതായത് 60 ദിനം. എന്റെ കർമ്മി പറഞ്ഞ പോലെ 60 ദിനം മേടമാസ പുലരി ഒന്ന് പിറന്നോട്ടെ ഉണ്ണിയെ. നീ ചോദിച്ചതും അതിന്റെ അപ്പുറത്തും ഞാൻ തന്നില്ലെങ്കിൽ ഞാൻ ഈ സ്ഥാനത്തു നിന്നല്ല, എന്റെ ശരിയായിട്ടുള്ള പണിക്കറില്ലത്തും എന്റെ തമ്പുരാന്റെ ഇല്ലത്തും ഞാൻ ഇരിക്കില്ല. പോരെ? വെള്ളിട്ട് വച്ചേക്കണം 2 നേരം. പ്രാർത്ഥിക്കുന്നില്ലേ? ഇല്ലേ? മുടങ്ങരുത്. പോരെ പോരെ? ഒരു വെള്ളിയാഴ്ച ദിവസം, മനസ്സിലായ? ഒരു വെള്ളിയാഴ്ച ദിവസം തരുന്നാരങ്ങ കൊണ്ടൊരു ഹാരം. എന്റെ ഒടപ്പറന്നോട് നിന്റെ ദേശത്ത് എന്റെ വേപ്പലക്കാരി, ഈ ദേശത്ത് എന്റെ കാളി. അപ്പൊ വേപ്പലക്കാരിക്ക് നീ കൊടുത്തേക്കണം. നിന്റെ ഉമ്മറക്കോലായി തൊട്ട് നോക്കണത് എവിടേക്കല്ലേ? അല്ലേ? കണ്ണു തുറന്നാ തിരിച്ചു നോക്കുമ്പോ കാണണത് എന്റെ വേപ്പലക്കാരിയാ. എന്റെ ആട്ടക്കാരൻ എന്റെ ഇല്ലൊന്നും കണ്ടിട്ടില്ല. നീ എവിടുന്ന് വന്നേന്ന് എന്റെ ആട്ടക്കാരനല്ലേ? പക്ഷേ നിന്റെ ഭവനത്തിന്റെ മുക്കും മൂല്യം ഏതൊക്കെ ദിശകൾ എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഞാൻ മായക്കാരൻ എന്ന് പറയുന്നു. എന്റെ ഈ ദേശത്ത് ചില ഉണ്ണികൾ എന്നെ ചാത്തൻ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാ ഉണ്ണി. അപ്പൊ നീ എന്നെ അറിയിച്ചു വിളിച്ചോ? നീ ചോദിച്ചത് ഞാൻ തന്നു. ഇനി നിന്റെ വ്യാഴം പ്രസാദിച്ച് ആ മേടപ്പുലരിക്ക് വരുമ്പോ നീ ചോദിച്ചതും അതിന്റെ അപ്പുറത്തും ഞാൻ തന്നിരിക്കും. നിനക്ക് ഈ ചോദ്യം തിരിച്ച് എന്നോട് ഇല്ലം മനക്കൊലായിൽ വന്ന് ചോദിക്കാം. പോരെ? സമ്മതിച്ച? മനസ്സിലായില്ല? ശരിയല്ലേ? സന്തോഷല്ലേ? നീ എന്റെ ഇല്ലത്ത് വന്നപ്പോ നിനക്കൊരു ശങ്ക ഉണ്ടായിരുന്നു, ഇയാൾ ഈ മണ്ണൊക്കെ വിൽക്കും അല്ലേ? മനസ്സിലായേ? അങ്ങനെ തന്നെയാ. ഇപ്പൊ നിന്റെ വെള്ളി വാങ്ങിച്ചപ്പോ എനിക്ക് പ്രൗഢിയോട് കൂടി പറയാം, നിനക്ക് എന്റെ ഇല്ലത്ത് വന്നപ്പോ എന്റെ ഇല്ലത്തേക്ക് ഞാൻ ഇങ്ങോട്ട് മാറി നിന്നിട്ട് 3ാമത്തെ മണ്ഡപമാ, 3 ആണ്ടക്കോളായിട്ടുള്ള നീ കേട്ടറിഞ്ഞു വന്നതാണെങ്കിലും നിനക്കൊരു സന്ദേഹം ഉണ്ടായിരുന്നു, ഒരു സംശയം ഉണ്ടായിരുന്നു. ചാത്തനാണ് ചതിക്കും അല്ലേ? മായക്കാരനെ നടത്തി തരുമെന്നുള്ളൊരു നിശ്ചയം. എന്റെ 2 പൂജാതി കർമ്മ കഴിഞ്ഞു. അപ്പോഴേക്കും നിനക്ക് നിന്റെ മണ്ണ് നീ നിശ്ചയിച്ച സമയത്ത് ഞാൻ നടത്തുന്നു. പോരെ പോരെ? സന്തോഷല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ വെള്ളി വെച്ച് മനസ്സിലായില്ല? പിടിയിട്ട് വിടാനും പറ്റില്ല, പിടിയിട്ട് മുറുക്കാനും പറ്റില്ല. മനസ്സിലായില്ല? പിടി വിടാനും പറ്റില്ല, പിടി മുറുക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. നടുകടലിൽ പെട്ട പോലെ അങ്ങോട്ട് പോയാലും കരയണമെന്നറിയാം, അങ്ങോട്ട് എത്തണ്ടേ? തിരിച്ച് നീന്തി കഴിഞ്ഞാലും കുറച്ചും കരയണമെന്നറിയാം, എത്തണ്ടേ നീ? അങ്ങനത്തെ ഒരു പ്രതിസന്ധികൾ നിന്നെ കൊണ്ട് നിർത്തിയേക്കണേ. നിന്റെ പിണിയാളരും അതിന്റെ ഭവനത്തിലുള്ളവരും അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കുറച്ച് കാലങ്ങൾക്ക് അല്ലേ? അല്ലേ? അപ്പൊ കടം രക്ഷപ്പെട്ടണ്ടല്ലേ? മനസ്സിലായില്ല? അല്ല അല്ല, ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. നീ ചെന്ന കയറിയ കാലത്ത് മനസ്സിലായതാ ആ പിണിയാളർ ഇങ്ങനെയാണെന്നും ആ പിണിയാളരുടെ ഭവനത്തിലുള്ളവർ ഇങ്ങനെയാണെന്നും ആ പിണിയാളരുടെ മാതാവ് തിന്ന മുതലാണെന്ന് മനസ്സിലായതാ. അപ്പൊ നീ എന്താ കളം മാറി ചവിട്ടി അവിടെ നിന്ന് കുളിച്ചു കയറി പോരണ്ടതല്ലേ? പിന്നെ നീ ആ മാടിനും അത് മാറില്ല. ചില ഉണ്ണികൾ അങ്ങനെ മാറില്ല. നിന്റെ അതാണ് കുഴപ്പം. മനസ്സിലായില്ല? അല്ല, അതിന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം അതല്ലേ ഞാൻ പറയും. നടുകടലിൽ ചെന്നപ്പെട്ടവരെ അങ്ങോട്ട് നോക്കിയാൽ കര കാണാം, ഇവിടുന്ന് നീ വന്ന കാര്യം കാണാം. ഇങ്ങോട്ട് കയറുന്നുണ്ട്, അങ്ങോട്ട് കയറുന്നുണ്ട്. ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയില് നീ നിൽക്കാം. ആ അവസ്ഥയിൽ നിന്ന് ഞാൻ മാറ്റി തരാം. എന്താ വേണ്ട? നീ പിന്നെ അങ്ങോട്ട് പോവരുത്, അങ്ങോട്ട് പോവരുത്. നീ അങ്ങോട്ട് പോയിട്ടും കാര്യമില്ല. അവിടെ വരുന്ന ചില ഉണ്ണിയില്ല, നിന്റെ മേല് കൈവച്ചാ മനസ്സിലായില്ല. പിന്നെ ആളരക്ക് വരുന്ന ഉണ്ണി
സന്താനങ്ങൾ ഈ ഉണ്ണിനെ കൈ വെക്കുന്നു. അതായത് മിന്നിയൊക്കെ ഉണ്ണിനെ ഒരു നേരം മണ്ണം കഴിക്കാൻ വരുന്ന പോലെ വന്ന് കഴിക്കുന്ന ഉണ്ണിയിൽ കൈ വെക്കുന്നു. അപ്പൊ പിന്നെ എന്താ വേണ്ടേ? ഇനി അങ്ങോട്ട് പോവില്ല എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ നടപടിയിലാക്കി തരാം. മതിയാ മതിയാന്നു. അല്ലെങ്കിൽ ആയുധത്തോണ്ടുള്ള കീറന് നിന്റെ ശരീരത്തിൽ വരും. ഏതാ വേണ്ടേ? ഒരു വട്ടം എടുത്തതല്ല അവര്, ഓങ്ങി വന്നതല്ലേ, കൊണ്ടാ ഒന്ന് കയറിയതല്ലേ. നല്ല മണ്ണൊന്ന് വരിഞ്ഞു വെച്ചൊന്നും മനസ്സിലായില്ല. ഇനി വരിയിലില്ല, തീർക്കലാം. അപ്പൊ അത് വേണം. നോക്ക, ഞാനുണ്ട് നിന്റെ കൂടെ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. നിനക്ക് നിന്റെ ശരീരം വേണോ, നിന്റെ സന്താനങ്ങൾ വേണോ, പിന്നെ ആളൊരു വേണോ? ഏതാ വേണ്ടേ? ചോദിച്ചതിന് ഉത്തരം തിരിക്കുക. മനസ്സിലായില്ല. നിന്റെ ശരീരം വേണോ, നിന്റെ സന്താനം വേണോ, അല്ലെങ്കിൽ നിന്റെ പിണിയാളർ വേണോ? ഏതാ വേണ്ടേ? ഒരു വട്ടം വരിഞ്ഞതല്ലേ നിന്നവര്. ഇനി വരിയിലില്ല, തീർക്കല. അന്ന് തീർക്കാൻ വന്നതാ. അത് എന്റെ അച്ഛന്റെ നിശ്ചയപ്രകാരം കൊണ്ട് നീ അവിടെ നിന്ന് ചാടി മറഞ്ഞു പോകും. അതെന്നെ പറഞ്ഞ അച്ഛന്റെ നിശ്ചയപ്രകാരം കൊണ്ട് നീ ചാടി മറഞ്ഞു പോകും. ഇനി ചാടി മറയിലില്ല. മനസ്സിലായ? അപ്പൊ തീർപ്പാക്കല്ലേ? അതങ്ങോട്ട് പൊക്കോ. ആ ഉണ്ണി സന്താനം മാറ്റിത്തരാം, അല്ലാണ്ട് മാറില്ല. ഒറ്റടിക്ക് തല്ലാൻ പറ്റില്ല. നിന്റെ ഉണ്ണിയല്ലേ, ഒറ്റടിക്ക് തല്ലാല്ലേ. പിന്നെ നീ എന്നോട് അപരാധം പറഞ്ഞു പറ്റില്ലേ? ഒറ്റടിക്ക് തല്ലാൻ പറ്റില്ല. പടിപടിയായിട്ട് മുകളിലേക്ക് ഇറങ്ങി പോരുന്നതിനെ പടിപടിയായിട്ട് ഇറക്കി കൊണ്ടുവരാം. പോരെ? മനസ്സിലായില്ല? അതങ്ങനെ ഒരു വലയത്തിലാ. അത് നല്ലതുമല്ല. ആ വലയം പിടിച്ച കൈ നല്ലതല്ല എന്ന് പറഞ്ഞ്. മനസ്സിലായില്ല? അപ്പൊ ഞാൻ ആക്കി തരാം. പോരെ? മുടക്കം കൂടാക്കണ്ട്. ഈ ഉണ്ണിയുടെ പേരില് എന്റെ അച്ഛന്റെ ആലയത്തില് ആദ്യത്തെ തിങ്കളും അവസാനത്തെ തിങ്കളും ആ ഉണ്ണി സന്താനത്തിന്റെ പേര് പറഞ്ഞ് ഒരു പാത്രം നെയ്യ്, ഒരു കുവളത്തിന്റെ ഹാരം, ഒരു കുടം കൊണ്ട് നീര് മാതാവേ നീ കഴിച്ചേക്കണം. മനസ്സിലാവണ്ട? അതുപോലെ തന്നെ എന്റെ ഇല്ലത്ത് മുടക്കം കൂടാക്കണ്ട് ആ ഉണ്ണി സന്താനത്തിന്റെ പേര് നിന്റെ പേരും പറഞ്ഞ ഒരു കാര്യസിദ്ധാർത്ഥം പൂജ. ഈ കെട്ടഴിച്ച് ആ മാടിനെ എന്റെ തൊഴുത്തിലേക്ക് കൊണ്ടുവന്നെ. ഇപ്പൊ പോയിട്ടില്ല. അപ്പൊ രണ്ടു നേരം വെല്ലിട്ട് എനിക്ക് പ്രാർത്ഥന. പിന്നെ അവിടുത്തെ വരിഞ്ഞിട്ടേ നിനക്കൊന്നും പറ്റിയില്ല. പേരും എന്തെങ്കിലും പ്രവർത്തിക്കും. പാലക്കാട് കൊണ്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അപ്പൊ അതിനുള്ള വഴി ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞു. ഞാനുണ്ട്. അഖിൽ ഉത്രാടം പൂരം സച്ചിൻ, അത്തം, കാർത്തിക്, അവിട്ടം. ഇവർ അമ്മയുടെ 2 മക്കളാണ്. അവരുടെ കല്യാണം നടക്കണം. വയസ്സിന് പറഞ്ഞില്ല, 20-21 അതൊരു ചേട്ടനിമാരാണ്. അവരുടെ കല്യാണം നടക്കണം. കാർത്തികിന്റെ ജോലി പോയി ആ ജോലി തിരികെ കഴിയണം. കുറച്ച് കുടുംബത്തൊത്ത് കിട്ടാനുണ്ട്. അത് തിരികെ തർക്കത്തിലാണ്. തർക്കത്തിലാണ് കിടക്കണം. ആ തർക്കം തീർത്ത് തരണം. തർക്കം ഇപ്പോഴൊന്നുമില്ല, കുറച്ച് കാലമായി. തർക്കം കുറച്ച് കാലം. അതിൽ നിന്ന് ചില പ്രാർത്ഥനാ സങ്കല്പങ്ങളും ആഭിചാര കർമ്മങ്ങളും വന്നിട്ട് ഈ ഉണ്ണി സന്താനങ്ങൾ എവിടെ പോയാലും നേരെയാവാൻ പാടില്ല. 21 വയസ്സല്ലായിട്ടുള്ളൂ. ഇനിയും മംഗല്യത്തിന് സമയം കിടക്കില്ല ഉണ്ണി. ഞാൻ പൂർത്തീകരിക്കാം. പൂരാട നക്ഷത്രം അമേരിക്കക്ക് പോകാനായിട്ട് അത് തന്നെ ഞാൻ പറഞ്ഞു. ഈ തർക്കം ഉണ്ടായില്ലേ, അന്ന് ചെയ്തു വെച്ച പണിയാ. അപ്പൊ 3 പേരുടെ പേരിലും ആ ഭവനത്തിന്റെ പേരില് 3 പേരുടെ പേരിൽ ഓരോ കാര്യസിദ്ധാർത്ഥ പൂജ മേടമാസം തീരുന്നവരെ പ്രവർത്തിക്കാൻ പറയും. അതുപോലെ തന്നെ അച്ഛന്റെ ആലയത്തിലെ എല്ലാ തിങ്കളാഴ്ചയും ഒരു കുടം കൊണ്ട് നീര്, കൂടത്തിന്റെ കാലം, ഒരു പാത്രം നെയ്യ് ഉണ്ണി സന്താനങ്ങൾ സങ്കല്പിച്ച് കൊടുക്കാൻ പറയും. മനസ്സിലാവണ്ട? ദശാന്തി മാറാനല്ല, അവരുടെ ദോഷാംശങ്ങൾ തീരാനാ. അച്ഛനെ വെച്ച് വില്ലും വേല ചെയ്തപ്പോ അച്ഛനെ വെച്ച് അങ്ങ് തീർക്കണം. അതായത് ശിവസങ്കല്പമായിട്ടുള്ള കരുക്കളെ വെച്ച് വില്ലും വേല ചെയ്തപ്പോ ആ കെട്ട് എന്റെ അച്ഛനെ കൊണ്ടാണ് കഴിപ്പിക്കാം. മതിയാ? അങ്ങനെ പറഞ്ഞു. ഓരോ കാര്യസിദ്ധാർത്ഥം പൂജ. സന്താനത്തിന് ആര് കടന്നു പോകാനുള്ള എല്ലാ കടലാസുകളും തരായിതാ. പോണേലും മുമ്പ് അത് ബന്ധനം ചെയ്തു. ആ മണ്ണ് സംബന്ധമായിട്ട് ബന്ധനമുണ്ട്. അതിപ്പോ ഉള്ള അത് വിപുലമായിട്ട് മതി. സന്താനങ്ങൾ വന്നു എനിക്ക് വിപുലമായിട്ട് കർമ്മം തരണം. വൃത്തസ്ഥാനമൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് വിപുലമായിട്ട് തരണം പറഞ്ഞു. പിന്നെന്താ വേണ്ടത്? നക്ഷത്രം
എത്ര വയസ്സായി? എനിക്ക് മണലാരത്തിന്റെ മനസ്സിലായില്ല. മഞ്ഞുമഴ മാറിയുള്ള ദിക്കിലേക്ക് പോകാൻ. അപ്പൊ അതിന്റെ ചില കടലാസുകൊണ്ടുള്ളൊക്കെ ചില ഉണ്ണികളൊക്കെ പറഞ്ഞു വെക്കുന്നത് ചില ദേശത്തേക്ക് അടച്ചു തുറക്കൽ കഴിഞ്ഞിട്ടു. അതിന്റെ രൂപരേഖയ്ക്ക് തയ്യാറാക്കി വരുമ്പോ ഒരു 4-5 മാസക്കാലം പിടിക്കും. അതായത് 2 കറുത്തതിന് കഴിയുമ്പോൾ അല്ല അതിന് മുമ്പ് മേടപ്പലിന്റെ ആയിട്ട് ആ കടലാസുകൊണ്ട് ഞാൻ ഉണ്ടാക്കി തരാം. മനസ്സിലാവണ്ട. എന്നെ ആവരാതിപ്പെട്ടാ പൈസ തരാനുള്ള വ്യക്തി വേണ്ട, എടുക്കണ്ട. നിനക്കെന്താ പേടി? നിനക്കെന്താ പേടി? നീ വില്ലുമ്പേലല്ല, ഞാൻ വില്ലുമ്പേല തന്നല്ലേ അല്ലേ? നീ പോയിപ്പോ ഒന്നും കൊണ്ടല്ലോ പോയി. അവിടെ വന്നപ്പോ കുമിഞ്ഞു കൂടിയെ കൊണ്ടുപോന്നെ. അതൊക്കെ നിന്റെ ദശാംശ സംബന്ധമായിട്ടുള്ള ദോഷം കൊണ്ട് ചങ്ങാതിമാർക്ക് നീ ഉള്ളെടുത്ത് സഹായിച്ചതിന്റെ പേരില്ല. എന്നാലും നിന്നെ ഞാൻ അപ്പൊ നീ അവളതിപ്പെട്ടാ ആ വലിയ എത്ര ദൂരം ആ ഉണ്ണി ഓടുന്നു അത്രയും ദൂരം എന്നെ ഓടിക്കുന്ന ആ ഉണ്ണിക്ക് നട്ട. മനസ്സിലായില്ല? പണ്ടൊക്കെ ഉണ്ണി പറയാം ഓടുന്നതിനും ഓടിക്കുന്നതിനും കഥപ്പ് ശരിയാണെന്ന് മനസ്സിലായില്ല. എന്നെ ഓടിക്കുന്നവരും ആ ഉണ്ണിക്ക് കുഴപ്പം ഇട്ടാ ഒക്കെ ഞാൻ തരുന്നതരാം. ആ ഉണ്ണി സന്താനത്തിന്റെ നക്ഷത്ര നാമോദയം പറഞ്ഞ് ആ കടലാസുകൊണ്ട് അതായത് ഒരു നീലപ്പുസ്തകല്ലേ അതിന്റെ അക്കം പറഞ്ഞു കഴിഞ്ഞിട്ട് നല്ലവണ്ണം പ്രാർത്ഥിച്ചേക്കാം. മനസ്സിലാവണ്ട. അതുപോലെ തന്നെ എല്ലാ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച എന്റെ വീടോട് കലച്ചിട്ട് ആ ഉണ്ണിയുടെ പേരിൽ എനിക്കൊരു കർമ്മം അയക്കാം. മനസ്സിലാവണ്ട. അതുപോലെ തന്നെ ഉണ്ണിയുടെ ദേശത്ത് എന്റെ കാളിക്ക് ഒരു കടും മധുരത്തിൽ 30 നാൾ കൂടുമ്പോ ആ ഉണ്ണി സന്താനത്തിന്റെ ജന്മനക്ഷത്രം വരുന്നെന്ന് കൊടുത്തേക്കാം. മനസ്സിലായ? ശ്രീനിവാസൻ കച്ചവടം കാര്യങ്ങളൊക്കെ ഉഷാറാക്കി തരും. അവിടെ കൊണ്ടുവന്ന് പലതും കൊണ്ടുവന്നിട്ട് ഞാനതൊക്കെ പുകച്ച് ചാടിച്ച് പുറത്ത് കളഞ്ഞ് എനിക്ക് വ്യാപാരം ഞാൻ ഉണ്ടാക്കിയിട്ട് നിന്റെ 4 ഇട്ടകത്ത് ഞാനൊരു കാവൽ നായയെ പോലെ എൻ്റെ നാൽക്കാലിയും കൊണ്ട് ആ ഭവനത്തിൽ ഞാൻ കാവലിൽ നിന്നിട്ട് ഏറെ കാലമായിട്ടുണ്ടെങ്കിൽ നിന്നെ തട്ടാനും നിന്നെ മറച്ചിടാനും നിന്നെ തെക്കോട്ട് കിടത്താനും നോക്കിയിട്ട് കെടുത്തിയില്ല. അല്ല എന്നെ കെട്ടണം, എൻ്റെ അച്ഛനെ കെട്ടണം അല്ലേ? എൻ്റെ അച്ഛനറിയാണ്ട് എന്നെ കെട്ടാൻ പറ്റില്ല. എന്നെ കെട്ടണമെങ്കിൽ ഇത്തിരി നേരെ പറ്റില്ല, 3-3/4 നാഴിക നേരാ. അതും എൻ്റെ ഏട്ടനോട് ചോദിച്ചിട്ട് വേണം എന്നെ കെട്ടാൻ. അപ്പൊ എന്നെ കെട്ടണമെങ്കിൽ നല്ല കൊടിയ മാന്ത്രികരായിരിക്കണം. കെട്ടടിച്ച് ഞാനങ്ങോട്ട് പോയി കഴിഞ്ഞാല് അറവുശാലയിൽ നിന്ന് മാടുപോയാൽ എങ്ങനെയാ? അറവുശാലയിൽ നിന്ന് മാടുപോയി കെട്ടുണ്ടോ? നീ അറവുശാലയിൽ നീളത്തിന്റെ മണം കെട്ടി മാടുപോയാലേ എൻ്റെ വാഹനം പോയ ഫോണുകൊടുത്തൊക്കെ തട്ടല. അപ്പൊ കൺമുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ ഒക്കെ തകർത്ത പൂള എന്ന് പറഞ്ഞ മാതിരി ഞാൻ ഒക്കെ നീ ശ്രീനിവാസൻ അക്കറെ നല്ല വ്യാപാരം ഇത്തിരി മാറ്റമുണ്ട് വന്നിട്ട്. അത്രയും പണിയെടുക്കാൻ പറ്റില്ല. നാഗസങ്കല്പമുള്ള നാഗസങ്കല്പമുള്ള കരുത്തിൽ വല്ലതുണ്ടാ? അല്ലെങ്കിൽ നിന്റെ ഭവനത്തിലുണ്ടാ? അപ്പൊ നീ അതിനൊരു പാലൊന്നും കൂടി കർമ്മം കൊടുക്കും. നിന്റെ ദേശത്ത് എവിടെയും പാലൊന്നും കൂടി കർമ്മം കൊടുക്കാൻ പറ്റും. ഞാനായിട്ട് നിനക്കൊരു കർമ്മത്തിന് മുടക്കം വരുത്തില്ല. ഞാൻ പടിപടിയായിട്ട് കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ നക്ഷത്രം മുടക്ക ഈ നേരം വരെ ഞാൻ നിന്നെ കാത്തിട്ട് ഇനി മേൽക്കാലത്തും അങ്ങനെ തന്നെ മുടക്കം കൂടാക്കണ്ട് എനിക്ക് ജീവിതോട് കർമ്മം തന്നേക്കണം. അതുപോലെ തന്നെ ആ മാവ് കുഴയ്ക്കുന്ന സമയത്ത് എന്നെ സങ്കല്പിച്ചേക്കാം, പരത്തുന്ന സമയത്തും എന്നെ സങ്കല്പിച്ചേക്കാം, അടിച്ചിടുന്ന സമയത്തും എന്നെ സങ്കല്പിച്ചേക്കാം, വെയിലത്ത് ഉണക്കാനിടുന്ന സമയത്തും എന്നെ. മനസ്സിലായോ? അതിൽ ഞാൻ തെറ്റ് പറഞ്ഞില്ലോ. മനസ്സിലായില്ല? അതല്ല എൻ്റെ കർമ്മി പറഞ്ഞത്. ഒരു നാഗസങ്കല്പാണ്, ചെറിയൊരു ദോഷം കാണിക്കുന്നു. അത് നിന്റെ ഭവനത്തിന്റെ ചുറ്റുവട്ടത്തുള്ളത് കൊണ്ട് അത് അതിനോടനുബന്ധിച്ച മണ്ണായതുകൊണ്ട് നീ അവർക്കൊരു പാലൊന്നുകൂടെ കർമ്മം കൊടുത്തേക്കൂ കേട്ടാ. അതുപോലെ തന്നെ ദീപം തെളിയിക്കുമ്പോൾ 4 ദിക്കിലേക്കൊന്ന് കാണിച്ചു കേട്ടാ. അത് തന്നെയല്ല ഞാൻ പറഞ്ഞു, നാഗസങ്കല്പമുള്ള കരുത്തുള്ള ആസ്ഥാനം. മനസ്സിലായി? ആ മണ്ണ്. അപ്പൊ ഒന്നുകിൽ നീ ഭവനം മാറ്റി പിടിച്ചാൽ ഞാൻ തരാം. നിന്റെ നക്ഷത്രം നല്ലതാ, എൻ്റെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അവരുടെ ചില പ്രശ്നങ്ങളുണ്ട്. മനസ്സിലായില്ല? നിന്റെ ഭാഷയിൽ തന്നെ ഞാൻ പറഞ്ഞു. അവരുടെ ചില നോട്ടങ്ങളും പരിപാലനമുള്ള മണ്ണാണ്. അപ്പൊ അവിടെ ചില കാര്യങ്ങൾ സമ്മതിക്കില്ല. മനസ്സിലായില്ല? അപ്പൊ നീ ഒന്നുകിൽ മണ്ണ് മാറ്റി പിടിച്ചോ. മനസ്സിലായ? ഞാൻ തരാൻ നിനക്ക് പോരെ, ഞാൻ തരാന്ന് പോരെ. അത് കർമ്മം കഴിഞ്ഞ അധികാരികളെ കൊടുത്തിട്ട് ഇനി പോകുന്നവരെ അത് മുടക്കം കൂടാതെ കണ്ട്
30 നാൾ കൂടുമ്പോൾ 2 നാൾ എന്റെ മുമ്പിൽ നിന്റെ പേരിൽ ഒരു സങ്കല്പം മനസ്സിലായ നക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്റെ ദേശത്ത് വെണ്ണക്കാരനുണ്ടോ? വെണ്ണക്കാരനുണ്ടോ? എവിടെയാ അമ്പലമുണ്ടോ? ഇല്ലെങ്കിൽ മഹാവിഷ്ണു സങ്കല്പമുള്ള ആലയുണ്ടോ? കോട്ടയത്താണ്. എന്റെ ഭവനത്തിൽ വല്ല വെച്ചാരാധന ഉണ്ടാ? മുമ്പുണ്ടായിട്ടുണ്ടാ? അത് തന്നെ ചോദിക്കുന്നു. മുൻകാലത്തെ വല്ല വെച്ചാരാധന കല്ലും കരുക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടാ? ഇപ്പോഴും ആ ചോദ്യത്തിൽ നിന്ന് മാറുന്നില്ല. മുൻകാലത്തെ വല്ല കല്ലും കരുക്കളൊക്കെ ഉണ്ടായിട്ടുള്ള ഇല്ലാണെന്നോ ചോദ്യം? അങ്ങനെ എന്തെങ്കിലും ആരും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലല്ലോ. നീ ഒന്ന് ചോദിക്കൂ. മുൻകാലത്തെ ഒരു 4-ാം മേട സമ്പ്രദായത്തിൽ വെച്ചാരാധന ഉണ്ടായാലേ ആ കരുക്കളെ നോക്കാതെ വരുമ്പോഴേ അതിന്റെ താഴെ പിടിക്ക് എത്രയ്ക്കുണ്ടോ മുളച്ചു പൊന്തി അവർക്കൊക്കെ കാര്യങ്ങൾക്ക് തടസ്സം വെക്കും. മനസ്സിലായി? ഞങ്ങളെ പരിപാലിക്കാൻ എന്നിട്ട് പോവാണ് ഈ ആറ് കിടന്ന അതിന്റെ അപ്പുറത്ത് എവിടേക്കും ആണെങ്കിൽ മനസ്സിലായ. അപ്പൊ അങ്ങനെ വല്ലതുണ്ടോന്ന് ചോദിച്ചു. നിന്റെ ദേശത്ത് ആ വിഷ്ണു സങ്കല്പമുള്ള ആസ്ഥാനത്ത് ഒരു ഒരു പാൽപ്പായസത്തിനും ഒരു മാലയ്ക്കും കൊടുക്കും. ഇതാ ഞാൻ വഴി ഉണ്ടാക്കി തരാം. മുടക്കം കൂടാണ്ട് നിന്റെ പേരിലൊരു കാര്യസിദ്ധാർത്ഥം പോലും കഴിച്ചു. വെള്ളിയിട്ട് വയ്ക്കണ്ട. എനിക്ക് അക്കങ്ങൾ എഴുതി നിന്റെ നാമോദയ നക്ഷത്രം, എൻ്റെ ഇല്ലത്തിന്റെ പേരും എൻ്റെ പേരും കൂടി എഴുതി മായക്കാരാ എൻ്റെ ഇല്ലത്ത് വന്നു. എനിക്ക് ഇന്നതാണ് എൻ്റെ പുസ്തകത്താണ്. എനിക്ക് ആറ് കടന്നു പോയി കർമ്മം ഉണ്ടാക്കി തരണം. ഇന്നതാണ് എൻ്റെ നക്ഷത്രം. അതിലെന്തെങ്കിലും ദശാന്തി സംബന്ധമായുള്ള ദോഷങ്ങൾ നീ പറഞ്ഞു നീ അത് വെണ്ണക്കാരൻ തീർത്ത് ചൂലക്കാരന് തീർത്ത് തരും. നീ എനിക്ക് കർമ്മം ഉണ്ടാക്കി തരണം, കർമ്മസ്ഥാനം ഉണ്ടാക്കി തരണം എന്നും പറഞ്ഞ് നീ പ്രാർത്ഥനാ സങ്കല്പം വെച്ചു. മനസ്സിലായ? അതൊക്കെ കർമ്മം കഴിച്ചിട്ട് അത് തിരിച്ചു തന്നില്ല. അതുകൊണ്ട് നീറ്റിൽ വിട്ടാൽ ഭവനത്തിൽ കർമ്മം നല്ല തച്ചനെ കൊണ്ടുവന്ന് നോക്കാം. മനസ്സിലായില്ല? അല്ലാണ്ട് ഞാനതിന്റെ കണക്കൊന്നും പറയില്ല. അതായത് ആലയം പണിയുന്ന നല്ല തച്ചനെ കൊണ്ടുവന്നിട്ട് അതിന്റെ അളവ് തിട്ടപ്പെടുത്താം. എന്നിട്ട് നീ അതുപോലെ പ്രവർത്തിച്ചല്ല. മനസ്സിലാവണ്ട. അല്ലാതെ കണ്ട് അളവിൽ തിട്ടപ്പെടുത്തി അളവിലെ കണക്ക് പോയിട്ട് നീ എൻ്റെ അടുത്ത് വന്നിട്ട് ആവലാതി പറഞ്ഞിട്ടില്ല. ഒരില്ലത്തും പോയി ആവലാതി പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലാവണ്ട. ഞാനിരിക്കുന്ന ഭവനത്തിന്റെ കണക്കിൽ പഴിച്ചാൽ എനിക്ക് ഇത്തരം പ്രൗഢിയോടുകൂടി പ്രവർത്തിക്കാൻ പറ്റില്ല. മനസ്സിലായി? അതെന്റെ ഉണ്ണിയിൽ നല്ലവണ്ണം ചിട്ടയോടും വെളുപ്പോടും കൂടി ചെറുതാണെങ്കിലും ഭംഗിയോടുകൂടി വെട്ടിപ്പണിതുന്നു. അതുപോലെ തന്നെ നിന്റെ ഭവനം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തറയ്ക്കാണ് കണക്ക്. മുകളിൽ നീ എത്ര എടുത്തോ അതിന് കണക്കില്ല. അപ്പൊ തറയ്ക്ക് വ്യത്യാസം വരാതെ കണ്ട് നിന്റെ അച്ഛന്റെ കണക്കിൽ പിഴയ്ക്കാതെ കണ്ട് നീ ഒന്ന് കണക്ക് തീർത്ത് ഞാൻ വരാം. മതിയാ? മാസം മുടക്കം കൂടാതെ കണ്ട് നീ ആദ്യത്തെ അല്ലെങ്കിൽ 3-ാമത്തെ ഒരു കാര്യസിദ്ധാർത്ഥം പൂജയ്ക്ക് കൊടുത്തേക്ക് കേട്ടാ. ആ മണ്ണ് അങ്ങനെ അത് അതിന്റെ പേര് എഴുതി വെച്ചോ. ഞാൻ വഴി ഇതാ ഇത് കൊണ്ട് ഭവനത്തിലേക്ക് പോരുത്. മണ്ണാരല്ല, ആ മണ്ണ് കൊണ്ട് പോരുന്നു. മാത്രം തെറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഭവനത്തിന്റെ കണക്ക് തീർക്കാനാ തെറ്റ് കൂടാണ്ട് ചെയ്യാനാ പറഞ്ഞിട്ടുണ്ട്. ഒരേ സനത്ത് അമൃത ആരാ കാണുന്നതാരാ? കാണുന്നതാരുന്നുണ്ടോ? എന്താ ഉണ്ണേ? എന്താ കുഴപ്പം? അത് പറ. അത് മേൽക്കാലത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഇല്ലത്തിരിക്കുന്ന കാലം വരെ പോരെ. അപ്പൊ ഉണ്ണിയുടെ ആ കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉണ്ണികളെല്ലാവരും പേര് എഴുതിയിട്ടും ഉണ്ണിയുടെ പേര് ആ കർമ്മ മേഖലയെ കുറിച്ച് ഒരു കാര്യസിദ്ധാർത്ഥം പൂജ മുടക്കം കൂടാതെ എനിക്ക് തന്നേക്കാം. എന്താ നക്ഷത്രം? സമയമൊക്കെ നല്ലത് 10 ഞാൻ കർമ്മ എഴുതേ.
ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ അത് പറ. ഞാനൊരു ഉണ്ണിനും മെന്റലിലേക്ക് വരാൻ പറഞ്ഞു വിളിക്കില്ല, മനസ്സിലായില്ല. ഈ മലയാള മണ്ണിന്റെ ആ അറ്റം തൊട്ട് ഈ അറ്റം വരെയുള്ള ഉണ്ണികൾക്ക് ഈ നേരം വരെ കാലം വരെ എൻ്റെ ഇല്ലത്തെ കാര്യങ്ങൾ കാണാൻ വരാമെന്നുണ്ടെങ്കിൽ നിന്റെ ഉണ്ണിക്കും വരാം, അല്ലേ? മനസ്സിലായില്ല. തലേനാള് ആസ്ഥാനത്ത് പോന്നിട്ട് പുലർക്കാലം എൻ്റെ ഇല്ലത്ത് വന്നിട്ട് കാര്യം ചോദിച്ച് നടത്തി തരാൻ വേണ്ടി വന്നിട്ടുള്ള ഉണ്ണികളുണ്ട്. അപ്പൊ നിന്റെ ഈ ദേശത്ത് കിടക്കുന്ന ഉണ്ണിക്ക് എന്നെ കാണേ ഞാൻ ആ ഉണ്ണിനെ പോയി വിളിക്കണമെന്ന് ചോദിച്ചു. ഞാൻ വിളിച്ചിട്ട് ഉണ്ണി എൻ്റെ ഇല്ലത്ത് വേണ്ട. ഉണ്ണിയെ നീ ചോദിച്ചു ഞാൻ നടത്തി തരും പോരെ. ഇത് സങ്കല്പിച്ച് അതിനകത്ത് കിട്ടും. സന്താനങ്ങളെ കുറിച്ച് അതിനകത്ത് കിട്ടും. അപ്പൊ ഞാൻ അവരോട് കാര്യങ്ങൾ പറയും. ഞാൻ ഓർമ്മിപ്പിക്കാം. വിത്ത് തരില്ല. വിത്തിക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ണി എനിക്ക് ഇരിക്കണ്ട. എനിക്ക് വിത്തില്ലാത്ത ആളാ. അപ്പൊ ഞാൻ നിനക്ക് അതിനെ വിദ്യ തരാം. നീ പുസ്തകത്താളം നിവർത്തി വെക്കുന്ന സമയത്ത് ഗുരുനാഥന്മാര് ചൊല്ലിത്തരുന്ന ഓരോ വാക്കുകളും ഓരോ അക്ഷരങ്ങളും ഇത് ഇന്ന സമയത്ത് ഇന്ന ദിവസം ഇന്ന ഗുരുനാഥൻ പറഞ്ഞതാ, ഇന്ന മുറിയറയിൽ വെച്ച് ഞാനത് കേട്ടതാ, ഇന്നതാണ് അതിന്റെ ചോദ്യം, ഇതാണ് ഇതിന്റെ ഉത്തരം എന്ന് നിന്റെ മനസ്സിൽ ആ എഴുത്തു പരീക്ഷയ്ക്കിരിക്കുമ്പോ ആ കടലാസുണ്ട് വരുമ്പോ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉള്ളതൊക്കെ ഞാൻ പൈസ കണക്ക് പറയും പോലെ എണ്ണി എണ്ണി ഓരോന്ന് കാണിച്ചു തരാം. മതിയാ? ഇങ്ങനെ കാണിച്ച ഒന്നും മതിയാ? തീർന്നാ? എന്റെ ഉടപ്പുറന്നുള്ള കാളിക്ക് കടുമതരത്തിൽ ഒരു പായസത്തിന് കൊടുത്തേക്കണം കേട്ടാ. അലങ്കോലാവോ? അല്ല, ചോദിച്ചത് അലങ്കോലാവോ? അതൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ അതൊന്നും ചോദിച്ചില്ല. അതൊക്കെ പൊളിച്ചു പോയില്ലേ? അല്ല, രണ്ടാമതൊന്ന് പുനർചിന്തിച്ച് ആവിഷ്കരിച്ച് ഒന്ന് തട്ടിക്കൂട്ടൊന്ന് മൂടി പിടിക്കുന്നു. അതൊക്കെ ഞാൻ സംഭവിച്ചു. അതിന്റെ കലഹുണ്ടാക്കിയതും കലഹങ്ങൾ ഇപ്പൊ ഈ നേരം വരെ ഓരോരോ ഭവനത്തിലും തകരാറുണ്ടാക്കുന്നത് ഞാൻ തന്നെയാ. ഞാനെന്താ ചോദിച്ചേ? കലഹാവോ? അതല്ല ഉണ്ണിയെ, ഉണ്ണിക്ക് ഒരു മണ്ഡപം തരണം. ഉണ്ണിക്ക് അത് കലഹാവോ? അത് മുഴുവിപ്പിക്കുന്നത് കലഹാവോ? ഉണ്ണിക്ക് തമ്മിൽ ഉറപ്പുണ്ടാ? അപ്പൊ ഇത് നടത്താൻ നിശ്ചയിച്ചാൽ ആ സ്ഥാനത്ത് കൊണ്ടുപോയിട്ട് കുഴിച്ചു മൂടും. എന്റെ മണ്ഡപം നിശ്ചയിച്ചേ ആ സ്ഥാനത്ത് കൊണ്ട് കുഴിച്ചു മൂടും. കലഹില്ലാണ്ട് ഞാൻ നോക്കാം. കലഹത്തിന് വന്ന ഉണ്ണികളായിട്ട് തുടങ്ങി വെച്ച, ഞാനായിട്ട് തുടങ്ങില്ല, ഉണ്ണികളായിട്ട് തുടങ്ങി വെച്ച കുറച്ച് പൊളിച്ച് കളയുമ്പോൾ ആലോചിക്കും. ഉണ്ണിയുടെ പിതാവിന്റെ നിര്യാണം വന്ന കല്ലറയല്ല, മനസ്സിലായില്ല? ഉണ്ണിയുടെ പിതാവിന്റെ പിതാവ് നിര്യാണം വന്ന് തെക്കോട്ട് വെച്ച കല്ലറയല്ല പൊളിച്ച് കളയും. അല്ല, പറഞ്ഞതല്ല, ആര് പറഞ്ഞാലും പൊളിച്ചതും പൊളിപ്പിച്ചതും കിട്ടും, മനസ്സിലായില്ല? മുൻകാലത്ത് ഇരുന്നല്ലേ അന്ന് എവിടെയായിരുന്നു ഉണ്ണി പറഞ്ഞാലും. അന്ന് ഉണ്ണി സന്താനങ്ങൾ തരുന്നതും കഴിച്ച് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരില്ല. അന്ന് അത് കുഴപ്പമുണ്ടായില്ലണ്ടാ. അത് കഴിഞ്ഞിട്ട് വല്ല ഉണ്ണിയുടെ വാക്ക് കേട്ട് അത് പൊളിക്കാൻ ആരാ പറഞ്ഞേ? അതാ ഞാൻ പറഞ്ഞു, ഉണ്ണിയുടെ പിതാവിന്റെ കല്ലറയല്ല. അത് തന്നെ ഞാനും പറഞ്ഞല്ലോ. തെറ്റണമെന്ന് തോന്നിയെന്താ? ഓരോരോ ഭവനത്തിൽ വന്നേ ചെറുതായിട്ട് ഞാനൊന്ന് തകരാറ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഉണ്ണികൾക്ക് കുഴപ്പമായിരുന്നു. അപ്പൊ എന്നെ ഒന്ന് സമാധാനിപ്പിക്കണം, അല്ലേ? അത് തന്നെ ഞാനും പറഞ്ഞു പോകും. ഇനി ആദ്യം കൂടിയാവണ്ടേ? ഇനി ആദ്യം പോരണ്ടേ? ഈ കളഞ്ഞതൊക്കെ രണ്ടാമത് വിളിച്ചു കൊണ്ടുവരണ്ടേ? ഒക്കെ വിചാരിച്ചാൽ നടക്കില്ല. ഞാൻ നടക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. സന്തോഷത്തോടുകൂടി തെരഞ്ഞാൽ ഞാൻ വരാം. കലഹത്തിനാണെന്നുണ്ടെങ്കിൽ തകരാറ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ണിയുടെ കാര്യമില്ല പറഞ്ഞു. നാലാമിടത്തെ എല്ലാ ഉണ്ണിയുള്ള കണക്കാ പറഞ്ഞു. ആരെങ്കിലുണ്ടോ?
വ്യാഴത്തിന്റെ അഷ്ടമത്തിലല്ലേ? അത് പറഞ്ഞ ഉണ്ണിക്ക് മനസ്സിലാവണ്ടേ? വ്യാഴം മാറിയിൽ നിൽക്കാന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? വ്യാഴം മാറി നിന്നുകൊണ്ട് മാറിക്കോട്ടെ. 6, 8, 12 രാശിയിൽ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ അവിടെ തടസ്സാ. അത് ഞാനല്ല അതിന്റെ ആള്, വ്യാഴത്തിന്റെ ആളെ. മനസ്സിലാവണ്ട? അപ്പൊ വ്യാഴം ഒന്ന് മാറിക്കോട്ടെ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അത് കഴിഞ്ഞാൽ നിന്റെ കാര്യം നടക്കുള്ളൂ. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചല്ല ഈ ജാതകത്തിന്റെ കാര്യം. അത് ചൂലക്കാരനാ. എൻ്റെ അച്ഛൻ്റെ ജാതകം ഉണ്ടാക്കിയിട്ട്, നിന്റെ ജാതകം ഉണ്ടാക്കിയിട്ടും എൻ്റെ ജാതകം ഉണ്ടാക്കി, ഈ കാണുന്ന മാനുഷ്യ മഹാജനങ്ങളുടെ ജാതകം കുറിച്ച് താമരപ്പൊയ്കയിൽ 6 മുഖത്തോട് കൂടുന്ന ചൂലക്കാരനാണ്. അപ്പൊ അങ്ങേര് ഓരോരോ സമയത്ത് ഓരോരോ ഉണ്ണികളുടെ നക്ഷത്രം കൊണ്ട് ഇന്നത് കുറിച്ച് പറ്റിയിട്ടുണ്ട്. അത് എനിക്ക് മാറ്റാൻ പറ്റില്ല, എൻ്റെ അച്ഛന് മാറ്റാൻ പറ്റില്ല. മനസ്സിലാവണ്ട? നീയേ പുസ്തകത്താളിൽ നിന്ന് പഠിച്ചിട്ടാണെങ്കിൽ മാറ്റിക്കളയാൻ പറ്റും. അതല്ല, ഇത് അങ്ങേര് എഴുതി കുറിച്ചാ. അപ്പൊ 6 അഷ്ടമത്തിൽ നിൽക്കാം. അതൊന്നും മാറിക്കോട്ടെ. ആ മേടപ്പുലരി വരെ നീയത് കാത്തിരിക്കാൻ മാറ്റി പറയാൻ പറ്റും. അതുവരെ ഒന്ന് കാത്തിരിക്കുന്നേ. മനസ്സിലായില്ല? 2 നേരം നീ എന്നെ വിളിച്ചോ, അതുവരെ നീ ഒന്ന് കാത്തിരുന്നു. പൊക്കോ. ശരിക്കും ഞാൻ പറഞ്ഞ നടപടി അത് പൂവന്നെ വേണം, അല്ലാണ്ട് ആവില്ല. അമ്പലത്തിൽ കൊടുത്തു. ഞാൻ നക്ഷത്രത്തിനാണെന്ന് ഞാൻ ചോദിച്ചില്ല. നിന്നോട് പറഞ്ഞാൽ പോവാൻ പറഞ്ഞ ഉള്ളിന്റെ സ്ഥലത്താ. അവിടെ നീ പൂവന്നെ വേണം. ആയതുകൂടാണ് നിന്റെ ഭവനത്തിലേ നല്ല സ്വർണ്ണ വന്ന നിറത്തിലുള്ള ചെറിയ മുതൽ തല്ലിക്കൊന്നു. അപ്പൊ ഞാൻ 3 സ്ഥലത്ത് പോയിട്ട് വരണം. ആദ്യമൂലം വെട്ടിക്കോട് മണ്ണാർക്കാരും കഴിഞ്ഞ മേക്കാടും നോക്കിക്കണം. സന്താനത്തിന് കൊടുക്കണം. 2-3 വട്ടങ്ങളായിട്ട് പോയി. എവിടെ നോക്കിയാൽ ഈ ആളെ കാണാം. അതെ, ഞാൻ സഹായത്തിന് വന്നിട്ട് കാര്യമില്ല, എൻ്റെ അച്ഛൻ വന്നിട്ടും കാര്യമില്ല. മനസ്സിലായില്ല? അച്ഛൻ്റെ കണ്ടെത്തി കിടന്ന നല്ല മുതലിനെ നീ കൊന്ന അടിച്ചു കൊന്നു. മനസ്സിലായില്ല? അത് അല്ല, അതിന് നീ എന്നെ കാണാൻ വന്നതിന് ഞാൻ തെറ്റ് പറഞ്ഞില്ലാന്ന്. മനസ്സിലായില്ല? അത് അവിടെ നിന്ന് പിടിച്ചോ. തലയ്ക്കിന്ന് തൊട്ട് പാല് വരെ പൊക്കോ. ആ വാലിന്ന് തലക്കിലേക്ക് പോട്ടെ. തലക്കേന്ന് അങ്ങനെയല്ല ശരിയാ? അല്ല, ഇവിടെ നിന്നല്ല എല്ലാം ഇറങ്ങി വരണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോവല്ലോ. അപ്പൊ തലേന്നു ആദ്യം മൂലം വെട്ടിക്കോട് കഴിഞ്ഞ് മണ്ണാർത്ത് കഴിഞ്ഞ് മേക്കാട് വന്ന് അവസാനിപ്പിക്കാൻ നമുക്ക്. അത് കഴിഞ്ഞാൽ നിനക്ക് തരാം. അങ്ങനെ ഒരു ഉടമ്പടി ആയിരിക്കും. അല്ലാണ്ട് നടപടി ആവില്ല ഒന്ന്. അതായത് നീ അതങ്ങനെ അടിച്ചു വന്നു കാലിട്ട് ഇരുന്ന വസ്തു കൊണ്ടാണോ? അത് ശരിയല്ലേ? അതെന്തിനാ ഉപയോഗിക്കാം? അടിച്ചു മാറ്റാൻ. മീതെന്തിനാ? കാലിന് ഇടുന്നെന്തിനാ? അപ്പോ അത് കുഴപ്പമായി. അത് നല്ല മുതലായിരുന്നു. മനസ്സിലായില്ല? നീ പൊട്ടേനാണെങ്കിൽ കുഴപ്പമില്ല. ഇത് അതിൽ നല്ലതാണെന്ന്. അത് അങ്ങനെയൊന്നും കയറി വരില്ല ഒരു ഭവനത്തിലേക്ക്. നിന്റെ ഭവനത്തിലേക്കല്ലേ നിനക്ക് ധൈര്യമായിട്ട് കയറി ചെല്ലാം. അല്ല, എൻ്റെ ഇല്ലത്തിലേക്ക് ഒരാളെ പേടിക്കണ്ട എന്ന് പറഞ്ഞ മാതിരി ആ ഉണ്ണിയുടെ ഇല്ലത്തിൽ ധൈര്യമായിട്ട് കയറി വന്നാൽ നീ അതിനെ അല്ല സംഭവിക്കണം. അതല്ലേ പറഞ്ഞു. അതുകൊണ്ടാണ് ഇതൊക്കെ ഈ പോയത്. നിന്റെ പെൺസന്താനത്തിന്റെ ഉദരത്തിൽ പോയി 2 മുന്നോട്ട് പൊട്ടിട്ടുള്ളിൽ പോയി കരു ഇനി തിരിച്ചു കിട്ടുന്നില്ല. അപ്പൊ നിന്ന് പോയി ചെയ്തിട്ട് ഞാൻ ഭവനം മാറ്റി പിടിച്ച കിട്ടിയ അതെന്താ പറഞ്ഞു? അതെന്നെ ഞാനും പറഞ്ഞു. അതെന്താ പറഞ്ഞെന്ന് ഞാൻ നിന്നോട് എന്താ പറഞ്ഞു? നീ ഇപ്പൊ തങ്ങിപ്പാർക്കുന്നില്ല, കണക്കിൽ ശരിയല്ല എന്ന് പറഞ്ഞു. ഞാൻ നിന്റെ പിണിയാളോട് ചില ലക്ഷണങ്ങൾ ചോദിച്ചു. അതൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു. നീ അടക്കല്ലേ ചോദിച്ചേ? ഞാൻ നൃത്തസ്ഥാനത്ത് വന്നിട്ടല്ലേ ചോദിച്ചേ? അതൊക്കെ ശരിയല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞു അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് നീ ആ ഇല്ലം മാറിക്കോന്നേ പറഞ്ഞു. നിന്റെ സ്വന്തമല്ല, 30 നാൾ കൂടുമ്പോ വെള്ളി കൊടുത്ത് തങ്ങിപ്പാർക്കുന്നതാ. അപ്പൊ നീ ഞാൻ മാറ്റി പിടിച്ചോളാനാ പറഞ്ഞു. അത് തന്നെ ഞാനും പറഞ്ഞു. അവിടെ നിന്ന് വെള്ളി കിട്ടിയെങ്കിൽ എവിടേക്കാ കൊണ്ടുപോണേ? അവിടെ നിന്ന് വെള്ളി. അതായത് എന്റെ വ്യാപാര മേഖലയില് എന്റെ വാഹനത്തിന്റെ നാൽക്കാലിന്റെ വിറ്റ് വില മാറില്ലാന്ന് നിൽക്കല്ലേ കൂടുതൽ. മണ്ണൊക്കെ വേറെ, നാൽക്കാലിനില്ലേ കൂടുതൽ വിറ്റ് വില മാറുന്നത്. ആ നാൽക്കാലിന് വിറ്റ് വില മാറുന്ന വെള്ളി നീ എവിടേക്കാ കൊണ്ടുപോവാ? നിന്റെ പിണിയാളർ നീ തങ്ങിപ്പാർക്കുന്ന ഇല്ലത്തിക്കല്ലേ? ആ ഇല്ലത്തിന്റെ കണക്ക് പഴച്ചു കെടുക്കാം.
മനസ്സിലാവണ്ട. വരവേ ചെലവ് കൂടുതല. പിന്നെ മരണക്കോണിൽ കിടക്കുന്ന ഭവന നിന്റെ അല്ല. പിന്നെ അതല്ല, ചില സ്ഥലത്തൊക്കെ പൊട്ടലുണ്ട് ഇല്ലേ? അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ. അപ്പൊ നിനക്ക് ചെലവല്ല വർദ്ധിക്കണേ. അങ്ങനെ ഒരു വേവലാതി വരുമ്പോ നീ എന്താ ചെയ്യാ? ഈ കിട്ടിയ വെള്ളി നാളെ ഒരു ഇന്നൊരു കാര്യത്തിൽ എന്തെങ്കിലും പൊരുട് വാങ്ങാന്ന് പറഞ്ഞ് എടുത്തു വെച്ചാൽ ആ വെള്ളി എവിടേക്കാ പോവാന്ന്? അപ്പൊ അതിനെ അതൊന്ന് മാറ്റി പിടിച്ചോളാൻ പറഞ്ഞു. വേറെ ഒന്നല്ല, നീ അതൊന്ന് മാറ്റി പിടിച്ചു. ഞാൻ തന്നേക്കാം, അധികം വൈകില്ല. എന്റെ മുന്നിൽ നിന്നോട് ഈ നേരം വരെ പറഞ്ഞ ഭാഷ മനസ്സിലായില്ല. നിനക്ക് വെള്ളി കിട്ടില്ല, വ്യാപാരം ഉണ്ടായില്ല, നിനക്ക് വെള്ളി കിട്ടുള്ളൂ. ഈ വെള്ളി കിട്ടിയിട്ട് നീ എവിടേക്കാ കൊണ്ടുവരുന്നത്? നീ അവിടെ നിന്ന് 10 ദിനം ഈ ഉണ്ണിയുടെ ഭവനത്തിൽ ചെന്ന് നിൽക്കും. അപ്പൊ ഞാൻ കാണിച്ചു പറ്റുമോ നിനക്ക്? അപ്പൊ നിനക്ക് ഞാൻ വ്യാപാരം ഉണ്ടാക്കി തരാന്ന്. എന്നിട്ട് നിനക്ക് ഈ വാക്ക് തിരിച്ചു ചോദിക്കാം. എങ്ങനെ? ഞാൻ 10 ദിനം ആ ഭവനത്തിൽ നിന്ന് മാറി നിന്നു. അപ്പൊ ഐശ്വര്യം ഉണ്ടോ എന്ന് നോക്കാം. മനസ്സിലായി? ഉറക്കണ്ട നിങ്ങൾക്ക് ആരെങ്കിലും? എന്താ ഉറക്കമില്ലാത്ത? നെഞ്ചരിച്ചിലുണ്ടാ? ഇവിടെ എന്തെങ്കിലും കുത്തി കുത്തി വേദന തോന്നുന്നുണ്ട? ഇടിപ്പ് കൂടുതൽ തോന്നുന്നുണ്ട? ഇടിപ്പ് കൂടുതൽ തോന്നാ? ഇതൊക്കെ ആ ഭവനത്തിലുള്ളപ്പോഴല്ലേ. ചില നേരത്ത് അതായത് മൃതശരീരം കിടക്കണ മാതിരി കിടക്കും. അത് പറഞ്ഞിട്ട് കേൾക്കണ്ട. ഉണ്ണിയുടെ ഭവനമല്ല. ശത്രുക്കളെ അറിയേണ്ടി വന്നിട്ട് അതിനൊക്കെ നിന്നെ ഞാൻ ഈ നേരം വരെ പിടിച്ചു നിർത്തി കൊണ്ടുവന്നു. ഇപ്പൊ മനസ്സിലായ? തല്ലൂട്ടുണ്ട്. അപ്പോ ഇവിടെ വന്നതിന് ശേഷം തല്ലൂട്ടം നിന്നു. മനസ്സിലായ? എന്താ നീ അത് പറഞ്ഞിട്ട് ഉണ്ടാകുന്നില്ല? എന്റെ ഉണ്ണിയെ ഈ ഇല്ലത്ത് ആര് വന്ന് ഒന്നിരുന്നാ മതി. അവരുടെ അക്കം മൂലം ഞാൻ പറയും. അങ്ങനെ ഒരു പ്രാപ്തിയും കഴിവ് എനിക്കുണ്ട്, എന്റെ അട്ടക്കാരനുണ്ട്. അപ്പൊ നീ നിന്റെ ഇല്ല മാറ്റി പിടിച്ചോ. എന്നിട്ട് 11 ദിനത്തിനുള്ളിൽ നിനക്ക് കർമ്മസ്ഥാനം വെള്ളി 5 വെള്ളി കൊണ്ടുവന്ന 3 വെള്ളി നിനക്ക് മിച്ചം പിടിച്ചു തരാൻ, 2.5 വെള്ളി. എന്നിട്ട് നിനക്ക് ചോദിക്കാം, എന്തേ ചാത്താ നീ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്? മനസ്സിലായ? അതിലൊന്ന് മാറ്റി പിടിച്ചു. നീ നിൽക്കണ ഭാഗത്ത് ഇപ്പൊ തങ്ങി ഭാഗം നിനക്ക് തെക്കോട്ട് കിഴക്കോട്ട് പോയിക്കോ. പടിഞ്ഞാട്ട് മകളൊരു ഭവനം തരാൻ. ഇതിന് മേലെ ഇങ്ങനെ പറയാം. പൊക്കോ പൊക്കോ. നീ മുടക്കം കൂടാ. ഒരു 4-ാം വേദക്കാരുണ്ടായിരുന്നു, അത് കൂടാണ്ട് മറ്റു വേദക്കാരുണ്ടായിരുന്നു. ഉണ്ണി നല്ലവണ്ണം വ്യാപാരം നടത്തിരുന്ന ഉണ്ണിയാ. പൊക്കോ, നീ പൊക്കോ. ഞാൻ ഔഷധക്കാരനല്ല. അല്ല, ഞാൻ പറഞ്ഞതിന്റെ കാര്യം നമുക്ക്. ഞാൻ ഔഷധക്കാരനല്ല. അതുകൊണ്ട് ചോദിക്കുന്ന അതിന് ഉത്തരം നക്ഷത്രം പറഞ്ഞു. സമയം നല്ലതാ. ഞാൻ പറഞ്ഞ പോലെ ചെയ്യും. എൻ്റെ അച്ഛൻ്റെ ആലയത്തിൽ ഒരു തൃക്കണ്ണ് കൊടുക്കാം. മനസ്സിലായില്ല? ആ ഭാഷ എന്നോട് പറയും. ചെയ്യാം. നീ വേറൊരു ഭാഷ പറഞ്ഞു, അതെന്നോട് പറയാൻ പാടില്ല. ശരി, തൃക്കണ്ണ് കൊടുക്കാം. മനസ്സിലാവണ്ട? പൂവളത്തിന്റെ ഹാരം കൊടുക്കാം. ഒരു കുടം കൊണ്ട് നീര് കൊടുക്കാം എല്ലാ തിങ്കളാഴ്ച. എന്നിട്ട് അതിൽ നിന്ന് 2-3 ഇല വാങ്ങിക്കാം, കൊണ്ടുവയ്ക്കാം. അത്താഴം ഈ നിദ്ര കൊള്ളുമ്പോഴേ നിന്റെ ഏത് ഭാഗത്താ വേവലാചനയിൽ ആ കൂവളം വെച്ച് കെട്ടിക്കഴിഞ്ഞു. അതൊക്കെ ഞാൻ തീർക്കുന്നില്ല. പറഞ്ഞത് കേട്ടാ? മനസ്സിലായ? നീ കണ്ട കരുവല്ല ഞാൻട്ടാ. അല്ല, നീ എന്നെ അളന്ന് നോക്കുമ്പോഴേ അളന്ന് തിട്ടപ്പെടുത്തി നോക്കണം. എന്നെ അച്ഛൻ വരെ അളക്കാൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ല. അച്ഛനോട് കണക്ക് പറഞ്ഞ ഒരേ ഒരു മോൻ ഞാനാ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലാവണ്ട. ഇത് 3 അണ്ടക്കുളമായിട്ടുള്ളൂ. ഞാൻ ഇവിടേക്ക് വന്നിരുന്നു ചോദിച്ചോക്കെ എന്റെ അധികാരം. ഇതും അതിന്റെ അപ്പുറത്ത് ഞാൻ ഉണ്ടാക്കി കൊടുത്തതാ. എന്തിനാ? എനിക്ക് എവിടെയും ഒരു പ്രൗഢിയുണ്ട്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഒറ്റയ്ക്ക് കളിച്ച് ജയിക്കുന്ന ഒരേ ഒരു കരി ഞാനാണ്. ഞാൻ എന്താ പറഞ്ഞത് നിന്നോട്? അച്ഛനൊരു തൃക്കണ്ണ് കൊടുക്കാനാ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാ തിങ്കളാഴ്ചയും ഒരു കൂവളത്തിന്റെ ഹാരം, ഒരു കുടം കൊണ്ട് നീര്, ഒരു പാത്രം നെയ്യ്. നിന്റെ ശരീരം പ്രത്യേക വേവലാതിയുള്ള ഭാഗം മുഴുവൻ
മുന്നിലെ ദീപത്തിൽ തെളിയിക്കുക. രണ്ടാമത് അവിടുന്ന് 2-3 ഇല വാങ്ങിക്കുക. അതായത് ഒരു കമ്പിൽ 3 ഇല. അത് അച്ഛൻ്റെ തൃക്കണ്ണ് മാതിരിയാ. കൂവളത്തിന് മാത്രം അങ്ങനെ പ്രത്യേകം. അതെ, നിന്റെ ഏത് ഭാഗത്തെ വേവലാതിന് അത്താവണതിന് നിദ്രകുന്ന സമയത്ത് കെട്ടിവെച്ചോ. മത്സ്യമാംസാദികൾ പാടില്ല, മതസേവ പാടില്ല. അങ്ങനെ ഒരു 21 ദിവസം പ്രവർത്തിക്കും. നിന്റെ വേവലാതി എൻ്റെ അച്ഛനോട് പറഞ്ഞ് ഞാൻ തീർത്തുണ്ടാക്കിയതാണ്. അത് തീർത്ത് തന്നാൽ എനിക്ക് എന്ത് തരും? എന്നെ കൊണ്ട് ചെയ്യാൻ അതുകൊണ്ട് കാര്യമില്ല, ഇന്നത് തരുമെന്ന് പറയാം. നിന്നെ കൂടെ 10 വെള്ളിക്കനെ മാർക്കുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഔഷധക്കാരൻ നീ പല ഔഷധക്കാരൻ്റെ അടുത്ത് പോയി. ഒരു ഔഷധക്കാരനും വേവലാതി ഇല്ല എന്നല്ല പറഞ്ഞു. നീ പല ഉപകരണത്തിലും കയറി ഇറങ്ങി നിന്നെ പരിശോധന. ഇനി എൻ്റെ അച്ഛൻ്റെ പരിശോധന കൂടി നടക്കട്ടെ. അപ്പൊ എനിക്ക് എന്ത് തരും? പറ്റില്ല. 10,000 വെള്ളി തരും. ഇത് മാറിയ മതി. അച്ഛനെ മാറ്റണം ഞാനല്ല. അച്ഛനെ മാറ്റണം ഞാനല്ല. അതിന് അച്ഛന്റെ കൂളത്തിന്റെ കാരം. അച്ഛനൊരു പാത്രം നെയ്യ്, ഒരു കുടം കൊണ്ട് നീര്. ഇത് എല്ലാ തിങ്കളാഴ്ച മുടങ്ങരുത്. അതിന്റെ പ്രവർത്തി. എന്നിട്ട് പറയാ, എന്റെ ശരീര സംബന്ധമായി 8 ആധാരം 18 അങ്കുലമായി ശരീരം. അകത്തും പുറത്തുള്ള നാടിഞരമ്പുകൾക്കോ എന്റെ നേത്രത്തിനോ, അതായത് കഴുത്തിന് മുകളിൽ എന്ത് വേവലാതുണ്ടെങ്കിലും അച്ഛ നിനക്ക് സമർപ്പിക്കണം, നീ തന്ന ശരീരം എന്നും പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കും. അച്ഛനൊരു തൃക്കണ്ണ ആദ്യം തന്നെ വെള്ളിൽ വെട്ടി പണിത് കൊടുക്കുക. അത് പണിത് കൊടുക്കുമ്പോൾ നേത്രം എന്നിട്ട് കോവളത്തിന്റെ കാരം. അതിൽ നിന്ന് 2-3 ഇല വാങ്ങിക്കാം. അത്താഴം കഴിഞ്ഞ് നിദ്ര കൊള്ളുമ്പോൾ അത് ഇവിടെ വെക്കാം. കിടന്നു ഞാൻ തീർപ്പുണ്ടാക്കാം. 7 ആഴ്ച ഒന്ന് പ്രവർത്തിച്ചു. എനിക്ക് ഔഷധക്കാരൻ്റെ അടുത്ത് ഏറിയ വെള്ളി ചിലവായില്ല. ഒക്കോ എവിടുന്ന ശരിയായില്ലേ ഓരേ ഞാനിടന്ന് പോയിട്ട് ചില കാര്യങ്ങൾ ഞാനത് പ്രവർത്തിക്കുന്നു. ആ കാപ്പിയുടെ ബന്ധം എൻ്റെ ചേരമാൻ്റെ അവസാനത്തിൽ സന്തോഷമായി പോരെ ഒക്കെ ഞാനിടെന്ന് പറഞ്ഞില്ലേ, നിനക്കെന്താ പറ്റി? പൊക്കോ ഞാനുണ്ട്, നീ പൊക്കോ. ഞാൻ കുലം കോത്രം നോക്കിയിട്ട് ഒരു ഉണ്ണിക്കും വില്ലും പേരെ ചെയ്ത് കൊടുക്കില്ല. നീ 4-ാം വേദക്കാരനോ അതിന്റെ അപ്പുറത്തെ വേദക്കാരനോ എനിക്കറിയില്ല. നീ എൻ്റെ അടുത്ത് ഒന്നും ആവലാതി പറഞ്ഞു അത് ഞാൻ തീർത്തൊന്നും നീ ആറ് കിടന്ന് പോയി. നീ പറഞ്ഞ ഉണ്ണിയുടെ ആവലാദ്യം തീർത്തും നിന്റെ ആവലാദ്യം തീർത്തും നീ പൊക്കോ. ആരെങ്കിലും കാണാനുണ്ടോ? അവസാനിച്ചോട്ടെ. നിന്റെ നക്ഷത്രം നീ വെക്കോണ്ട് ഞാനുണ്ട് നിന്റെ കൂടെ. ഇതിനൊക്കെ ഒരു വെള്ളിയിട്ട് വെച്ചേക്കണം 2 നേരം. നീ ഇറങ്ങിക്കോ. ഉത്രാട നക്ഷത്രം കുംഭമാസം തീരാനായിട്ട് കുറച്ചും കൂടി പടിക്ക് മുകളിലേക്ക് പോകണം, താഴ്ചയ്ക്ക് പോവില്ല. ഞാനാ പറയണേ, നീ പൊക്കോ. അല്ല, മഞ്ഞും മഴയും വെയിലും കൊണ്ട് ഞാൻ കുറച്ച് നാളെ അവിടെ ചെന്ന് നിൽക്കണം. എന്റെ പൊക്കും മനസ്സിലായ? നീ ആ മേലാധികാരിനെ വിളിച്ച് കാര്യം പറ. മേലാധികാരിനെ വിളിച്ച് കാര്യം പറയാൻ. എന്താ പുറത്തു പോയി പഠിക്കണം. ലോണിന്റെ തടസ്സമുണ്ട്. പേപ്പർ യൂണിവേഴ്സിറ്റി പേപ്പർ എല്ലാം കരുതുന്നുണ്ട്. എല്ലാം റെഡി. നക്ഷത്രം ദശാന്തി ഉണ്ടായിരുന്നത് മാറി. കുംഭപ്പൂയും കഴിഞ്ഞില്ല. എന്നാലും കുംഭപ്പൂ കഴിഞ്ഞ് മീനത്തിലേക്ക് പൊക്കോ. ഞാനുണ്ട് നിന്റെ കൂടെ. ഞാൻ കാണാനോ? മീനമാസം 10-ാം തീയതി എൻ്റെ അച്ഛൻ ദേവാദി ദേവന്മാർക്ക് നാഥനായി നെടുകായകത്വം വഹിച്ച് ആറാട്ടുകടവിൽ 5 കണ്ടം കടന്ന് കൈതോലോളപ്പം കടന്ന് ആറാട്ടുകടവിലേക്ക് ആറാട്ടിന് എഴുന്നള്ളും സത്യമാണെങ്കിൽ മീനമാസം പകുതിയാകുമ്പോഴേക്കും നിന്റെ ആ പറഞ്ഞ തടസ്സം ഞാൻ തീർത്ത് ഭംഗിയാക്കി നിനക്ക് തന്നാൽ എനിക്ക് എന്ത് തരും? അതെനിക്ക് മനസ്സിലായി. ഞാൻ കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല. യുണ്ണിഎന്താ പറഞ്ഞ ഒരു വെള്ളിക്ക് ഒരു തടസ്സമുണ്ട്, അത് കൂടാതെ ചില കടലാസുണ്ടിന് ഒരു തടസ്സമുണ്ട്. ഇതെല്ലാം പറഞ്ഞുള്ളൂ. ഞാൻ അത്ര പറഞ്ഞിട്ടുള്ളൂ. അത് 2 തീർത്ത് തന്നാൽ ഇനി നീ എനിക്ക് എന്ത് തരുന്ന ചോദിച്ചുള്ളൂ. അങ്ങോട്ട് കടത്തി പിന്നെ കിട്ടുന്ന കണക്ക് വേറെ നിൽക്കുന്നുണ്ട്. അത് ഞാൻ ചോദിച്ചിട്ടില്ല. ആ കടത്തി കഴിഞ്ഞിട്ടുണ്ടോ ചോദിക്കാൻ പറ്റും. അത് ചോദിക്കും, ഇവിടെ ചോദിക്കുള്ളൂ, നിന്നോട് ചോദിക്കില്ല.
ഇതുവരെയുള്ള തടസ്സം തീർത്തെന്ന എനിക്ക് എന്ത് തരുന്നത്? നിനക്ക് 2-3 കടലാസ് കൊണ്ട് തരപ്പെടണം അല്ലേ? വെള്ളിക്കുള്ളൂ. പറഞ്ഞോ പറഞ്ഞോ നീ. ആ കടലാസ് കൊണ്ടൊക്കെ അവിടെ കാണിച്ചാ കുഴപ്പമുണ്ടാവോ? മനസ്സിലായില്ല. അതിലേ അക്കങ്ങളൊക്കെ കൂടുതലുണ്ടാ? മനസ്സിലായി? എന്തുട്ടാ കൂടുതലുണ്ടാ? അവര് നിശ്ചയിച്ചാലും കൂടുതലുണ്ടോ? ഏതാണ്ടുണ്ടാ? ഇട്ടത്തട്ടുണ്ടാ? അല്ല, ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് കാര്യം മനസ്സിലായി ഉണ്ണിക്ക്. അതായത് ഇത്ര ശതമാനക്കണക്കിന് ഉണ്ടാവണമെന്നില്ലേ? അത് ഉണ്ടോന്ന് ചോദിച്ചുള്ളൂ. അതായത് നീ നല്ലവണ്ണം പഠിക്കുന്ന ഉണ്ണിയാണെന്ന് അറിയണ്ട അവർക്ക്. എന്നാലല്ല അവര് തരുള്ളൂ. അല്ലെ, താഴെ തട്ടിൽ നിന്ന് തരില്ല. നീ മുകളിലെ അറ്റത്തേക്ക് നിൽക്കണമെന്ന് മാത്രമേ ചോദിച്ചു. അപ്പൊ എനിക്കൊരു വീതോട് കലശം തരും. ഒരു കാര്യസിദ്ധാർത്ഥം പൂജ മത് വെച്ച് തരും. നിന്റെ വെള്ളിയോട് തരാം. തരും. എന്റെ കയ്യിലില്ലേ വെള്ളി? ഉണ്ടല്ലേ വെള്ളി? എത്രയുണ്ട്? എത്ര വേണമെന്ന് കണ്ട? എത്രയുണ്ട് വെള്ളി? എനിക്ക് തരാനുള്ള ഒരു 5 വെള്ളി ഉണ്ടോ? തരപ്പെടുത്താം. അല്ല, അത് ഞാൻ ചോദിക്കില്ലേ. ഞാൻ ആ ഉണ്ണിയുടെ കയ്യിൽ വെള്ളി ഉണ്ടോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. തരാക്കല്ലേ? സമ്മതിക്കല്ലേ? ഉറപ്പിക്കല്ലേ? ശുക്ലക്കാരന്റെ നക്ഷത്രം നോക്കിയാ. അപ്പൊ എല്ലാ വ്യാഴാഴ്ചയും ഈ ദേശത്ത് വെണ്ണക്കാരന്റെ ആസ്ഥാനത്ത് പോയിട്ട് നിന്റെ പേരിൽ ഒരു പാൽപ്പായസത്തിനും ഒരു മാലയ്ക്കും കൊടുത്തേക്കാം. നാമോദയം പറയും. പൂയ നക്ഷത്രം. ഏത് സ്ഥാപനത്തിലെ വെള്ളി ചോദിച്ചേ? അല്ല, തരുമെന്ന് കിട്ടും. വെള്ളി ചോദിച്ചിട്ടുണ്ടാ? വെള്ളി അങ്ങനെ ചോദിച്ചല്ലേ? വല്ലതും ആ സ്ഥാപനത്തിലേക്ക് ഒരു വെള്ളം കൊണ്ട് ആ മേലാധികാരിയോട് നിന്റെ പുസ്തകത്താളൊക്കെ നിരത്തി വെച്ച് അതിന്റെ കടലാത്തോട്ട് നിരത്തി വെച്ച് പറയുമ്പോ എന്നെ വിളിച്ചോ. ഇതാ, ഞാൻ അങ്ങനെ പിന്നിൽ കയറിന്നോളാം. അങ്ങനെ ഒത്തിരി കുഴപ്പക്കാരൻ. ഒരു മണ്ണം പൊക്കം. എന്ത് പറ്റി? കുറച്ചു പേർക്ക് വന്ന കുറച്ചു പേർക്ക് വന്നു. ഒന്നിയുടെ നക്ഷത്രം പറഞ്ഞു കുറച്ചുള്ളിലേക്ക് കടലാസ് വന്നു. കുറച്ചുള്ളിലേക്ക് എന്താ സംഭവം? എന്താ സംഭവം? സ്വാമി എന്താന്ന് വെച്ചാൽ എനിക്ക് പറയാം. എനിക്കറിയാം. ഞാനല്ല അതിന്റെ ആള്. അവിടത്തെ കാളിയാ. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, വന്ന കാലം തൊട്ട് പറഞ്ഞിട്ടുണ്ട്. കാളിക്ക് വേണ്ട രീതിയിൽ കർമ്മം കൊടുത്ത് അതിന്റെ കാര്യങ്ങൾ പൂർത്തിയാക്കിയാൽ കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ കാളിയുടേതായ വേല ചെയ്യുമ്പോ പിന്നെ ഉള്ള സന്താനങ്ങൾ അതിൽ കയറി കളിച്ചിട്ട് കാര്യമില്ല. പെണ്ണ് മത് സേവിച്ചാൽ കുഴപ്പമാ. ആണ് മത് സേവിച്ചാൽ എന്തെങ്കിലും പറഞ്ഞ് തിരുത്താം. പെണ്ണ് മത് സേവിച്ചാലോ അളവിൽ കൂടുതൽ ആ പറഞ്ഞ കഥയാ. ഉണ്ണിയുടെ ഭവനത്തിലേക്ക് നീചമായ കാടിയാ. മധുമാംസം കഴിക്കുന്ന കാടിയാ. ആ കാടിക്ക് വല്ല കാര്യം എല്ലാവരും കൂടി കല്ലും മതി വിളിച്ച് കാര്യം കൊടുത്താൽ ഭംഗിയാവും. എല്ലാവരും കണ്ട് ഞാൻ അവിടേക്ക് വരില്ല അന്നും പറഞ്ഞിട്ട് ഇന്നും പറഞ്ഞില്ല. അവരിവിടെ വന്ന് നിൽക്കണ്ട്, വരണ്ട്, നിങ്ങൾ കിടക്കണ്ടേ? ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. ഒക്കണല്ലോ. അപ്പൊ ഓരോന്ന് ഒരു കമ്പിന്ന് ഓരോ ഇല കൊഴിയുമ്പോഴേ ശരിയാവും. ഞാനല്ല, എനിക്കതിൽ പങ്കില്ല, എനിക്കതിൽ കണക്കില്ല. എന്റെ കാണിന് എന്റെ ആള്. കാണിനോട് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലണ്ടാവും. ഒരു കഥയും പറഞ്ഞിട്ട് വരണ്ട. എനിക്കില്ലാത്ത കാര്യം നോക്കാൻ എനിക്കറിയാം. നീ എന്റെ നേരാങ്ങളെ അതൊക്കെ കണക്ക് വേറെ. കളികളും കഴിഞ്ഞ് മടക്കുന്നു വരുന്ന ഉണ്ണി സന്താനങ്ങൾ ആ ദേശത്ത് വന്ന് വേണ്ടതും വേണ്ടാത്തും വിളിച്ചു പറഞ്ഞ് ആണും പെണ്ണും അട്ടഹസിച്ച് കുപ്പിളിച്ച് ആ ആനയെ വലത്ത് വച്ചെന്ന് ആ കവാടം വളച്ചെന്ന് തുറക്കുന്നതിന് മുമ്പ് ഉണ്ണി സന്താനം നിന്റെ കാര്യത്തിന് ഞാൻ തീർപ്പുണ്ടാക്കി തരും.